ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ് നമ്മുടെ പരിമിതികൾ എന്ന ചിന്ത. എന്നാൽ ആ ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യഥാർത്ഥ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡൈവേഴ്സിറ്റി മാഗസിനിൽ വന്ന ഒരു ഗംഭീരൻ സ്റ്റോറിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളതെന്ന് നോക്കിയാലോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിന്റെ കാതൽ. ചില സമയങ്ങളിൽ നമ്മുടെ ശബ്ദം തന്നെ ഒരു വെല്ലുവിളിയായി മാറുമ്പോൾ അതിനേക്കാൾ ഉറച്ചൊരു തീരുമാനം, ഒരു നിശ്ചയദാർഢ്യം എങ്ങനെ എല്ലാത്തിനെയും മറികടക്കും, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വ്യക്തി, ഡോക്ടർ മുഷ്റഫ ബിൻത്ത് മുസ്തഫ. ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള അത്രയും ഇൻസ്പയറിംഗ് ആയ അവരുടെ യാത്രയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡോക്ടർ മുഷ്റഫയുടെ യാത്ര, അതിൽ അവർ നേരിട്ട ആ വലിയ വെല്ലുവിളി അതെന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. മുഷ്റഫയുടെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷകൾ നിറഞ്ഞൊന്നായിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കി, ക്വിസ് മത്സരങ്ങളിലൊക്കെ ഒന്നാമത്, സ്കോളർഷിപ്പുകൾ, അങ്ങനെ എപ്പോഴും മുന്നിൽ തന്നെ. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു എന്നറിയാമോ? ഒരു ഡോക്ടറാകണം. ആ സ്വപ്നത്തിലേക്കുള്ള വഴിയിൽ തന്നെയായിരുന്നു അവർ. പക്ഷേ ജീവിതം ചിലപ്പോൾ അങ്ങനെയാണല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഒരു വെല്ലുവിളി മുന്നിൽ വന്നത്. ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ, അല്ലെങ്കിൽ ANSD. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെവിക്കു കുഴപ്പമൊന്നുമില്ല, ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ആ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്താണെന്ന് തലച്ചോറിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വാക്കുകളൊക്കെ അവ്യക്തമാവും, സംസാരം ഒരു പ്രതിധ്വനി പോലെ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഈയൊരു അവസ്ഥ അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നു. ഒരു ഡോക്ടർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നല്ലേ സ്റ്റെത്തസ്കോപ്പ്? രോഗിയുടെ ഹൃദയമിടിപ്പ് കേൾക്കണ്ടേ? അപ്പോൾ കേൾവിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നമുള്ള കുട്ടി എങ്ങനെ ഒരു ഡോക്ടറാകും? ഇതായിരുന്നു എല്ലാവരുടെയും സംശയം. അതെ, ആ ചോദ്യം വലുതായിരുന്നു. പക്ഷേ ആ പോരാട്ടത്തിൽ മുഷ്റഫ ഒറ്റയ്ക്കായിരുന്നില്ല. ആ വിജയത്തിന് പിന്നിൽ വലിയൊരു ശക്തി ഉണ്ടായിരുന്നു, പിന്തുണയുടെ ശക്തി. അതെന്തായിരുന്നു എന്ന് നോക്കാം. അവരുടെ വിജയത്തിന്റെ രഹസ്യം ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി മാത്രമായിരുന്നില്ല, അതൊരു കൂട്ടായ പരിശ്രമമായിരുന്നു. താങ്ങും തണലുമായി നിന്നൊരച്ഛൻ, മകൾക്കു വേണ്ടി, നീതിക്കു വേണ്ടി പോരാടിയ ഒരമ്മ, സ്വന്തം പഠിപ്പിക്കൽ രീതികൾ വരെ മാറ്റിയ അധ്യാപകർ, പിന്നെ എല്ലാത്തിനുമുപരി തോൽക്കാൻ ഒരുക്കമല്ലാതിരുന്ന ആ പെൺകുട്ടി തന്നെ. അവരുടെ അച്ഛൻ മുസ്തഫ കൊടുത്ത ഒരു ഉപദേശമുണ്ടായിരുന്നു: നിന്റെ വഴിയിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും അവ നിന്നെ തളർത്താൻ അനുവദിക്കരുത്. ധൈര്യത്തോടെ മുന്നോട്ടു പോയി നിന്റെ സ്വപ്നങ്ങൾ നേടണം. ഈ വാക്കുകളില്ലേ, അതായിരുന്നു അവരുടെ യാത്രയിലെ ഏറ്റവും വലിയ വഴികാട്ടി. മുന്നിലുള്ള തടസ്സങ്ങളെ പേടിക്കാതെ മുന്നോട്ടു പോകാനുള്ള ധൈര്യമായി ആ വാക്കുകൾ മാറി. ഈ പിന്തുണ വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല, അതാണ് പ്രധാനം. പ്രവൃത്തിയിലും അതുണ്ടായിരുന്നു. അവരുടെ ടീച്ചേഴ്സ്, അവർ ശരിക്കും ആ ഒരു അവസ്ഥ മനസ്സിലാക്കി. പഠിപ്പിക്കുന്നതിൻ്റെ സ്പീഡ് കുറച്ചു, കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വിഷ്വൽസ് ഉപയോഗിച്ചു. മുഷ്റഫയെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി ക്ലാസ് റൂം മൊത്തത്തിലങ്ങ് മാറ്റി. ഇതിനെയാണ് നമ്മൾ ശരിക്കും ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുഷ്റഫയുടെ ഈ ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വിശാലമായൊരു വിദ്യാഭ്യാസ ആശയത്തിലേക്ക് കടക്കാം, അല്ലേ? ഇവിടെ രണ്ട് തരം വിദ്യാഭ്യാസ രീതികളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതായത് പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളെ മാറ്റി നിർത്തിയുള്ള പഠനം. ഇത് പലപ്പോഴും അവരെ ഒറ്റപ്പെടുത്താൻ കാരണമായേക്കാം. എന്നാൽ മറ്റേതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് എല്ലാത്തരം കുട്ടികളെയും മുഖ്യധാരാ ക്ലാസ് മുറികളിൽ തന്നെ ഒരുമിച്ച് പഠിപ്പിക്കുക. ഇത് എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നു, അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു. വിദ്യാഭ്യാസ വിദഗ്ധയായ ബ്രൈറ്റി ബുലെ പോലുള്ളവർ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഇത് വെറും ഒരു ക്ലാസ് റൂം മാറ്റമല്ല, ഒരു ഇൻക്ലൂസീവ് സമൂഹം, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന്റെ അടിത്തറ ഇടേണ്ടത് ഇത്തരം ഇൻക്ലൂസീവ് ക്ലാസ് മുറികളിലാണ്. അപ്പോൾ ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുക? അതിന് ചില വഴികളുണ്ട്. ഉദാഹരണത്തിന്, ഭാഷ പഠിപ്പിക്കുമ്പോൾ ആംഗ്യഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്താം. സയൻസ് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ സ്പർശിച്ചറിയാൻ പറ്റുന്ന മോഡലുകൾ ഉപയോഗിക്കാം. കണക്ക് പഠിപ്പിക്കാൻ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, അല്ലെങ്കിൽ UDL പോലുള്ള രീതികൾ ഉപയോഗിക്കാം. ഇതൊന്നും വെറും തിയറിയല്ല, ക്ലാസ് റൂമിൽ ശരിക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബ്രൈറ്റി ബുലെയുടെ ആ ഒരു വാചകം നമ്മൾ വീണ്ടും ഓർക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം മാത്രമല്ല, അതൊരു സാമൂഹിക പരിവർത്തനമാണ്. ആലോചിച്ചു നോക്കൂ, ക്ലാസ് റൂമിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണിത്. ഓക്കേ, ഇനി നമുക്ക് ബോധവൽക്കരണത്തിനപ്പുറത്തേക്ക് കടക്കാം. അതായത് വെറുതെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? ഒരു പടി കൂടി മുന്നോട്ടുപോയി പ്രവർത്തനത്തിലേക്ക് കടക്കണ്ടേ? ഇവിടെയാണ് ഡൈവേഴ്സിറ്റി മാഗസിൻ വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഡിസംബർ 3 ഭിന്നശേഷി ദിനം ആചരിക്കും, ചില പരിപാടികൾ സംഘടിപ്പിക്കും, അതോടെ കഴിഞ്ഞു. ഈയൊരു ടോക്കണിസം, അതായത് പ്രതീകാത്മകമായ ഈ പരിപാടികൾ കൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ലക്ഷ്യം മാറണം.
വർഷത്തിൽ ഒരു ദിവസം നടത്തുന്ന ചടങ്ങുകളിൽ നിന്ന് എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് മാറണം. എന്തൊക്കെയാണത്? ശരിയായ പുനരധിവാസം, അവർക്ക് ജീവിക്കാനായി സുസ്ഥിരമായ വരുമാനമാർഗങ്ങൾ, സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കിക്കൊടുക്കൽ, ഇതിലൊക്കെ ആവണം നമ്മുടെ ശ്രദ്ധ. അപ്പം ഡോക്ടർ മുഷ്രിഫയുടെ ആ ഒരു വ്യക്തിപരമായ വിജയത്തിൽ നിന്ന് തുടങ്ങി സമൂഹം മൊത്തത്തിൽ മാറേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതിൻ്റെല്ലാം സന്ദേശം വളരെ വ്യക്തമാണ്, അല്ലേ? ഒരാളുടെ കുറവുകളിലല്ല, അവരുടെ കഴിവുകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പാസിറ്റിയിൽ ശ്രദ്ധിക്കുക, കുറവുകളിലല്ല. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായാൽ മാത്രം മതിയോ? അതോ ഇനി പ്രവർത്തനത്തിനുള്ള സമയമായോ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു നല്ല സമൂഹമുണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായില്ലേ?